ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ വീണ്ടും ഒരു പ്രൈവറ്റ് ആപ്പയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രൈവറ്റ് ഓട്ടോയുള്ള വീഡിയോകൾ ഇടുമ്പോൾ നമുക്ക് അത്യാവശ്യം എൻക്വയറിയും നല്ല സെയിലും നടക്കുന്നുണ്ട് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. നമുക്ക് പിന്നെ പരമാവധി വീടുകളിൽ ഇരിക്കുന്ന വണ്ടികൾ കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമുക്ക് അധികം വണ്ടികൾ കിട്ടാത്തത് കൂട്ടാ. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഇതുപോലെ വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട, അല്ലെങ്കിൽ പറയാൻ മടിക്കണ്ട. നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എപ്പോഴും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യ കാലത്തൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും എഴുതി കാണിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക എന്നുള്ളത്. അപ്പോൾ വണ്ടികൾ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് പറയുന്നതിന് മുന്നായിട്ട് ഇതിന് മുമ്പ് നമ്മൾ 2 വണ്ടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ ആലപ്പുഴയ്ക്കാണ് അത് സെയിലായി പോയത്. ആൽഫ ഇട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെ തന്നെ രണ്ടാമത് ഇട്ടത് പാലക്കാട് കണ്ട വിറ്റ് പോയത്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയും കൂടി അറിയിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതേ, നമ്മുടെ കയ്യിലൊരു ആപ്പ് ഓട്ടോ ഡീസൽ വന്നിട്ടുണ്ട്. 2008 മോഡലാണ്. 2028 വരെയാണ് ഇതിൻ്റെ പേപ്പർ നിലവിലുള്ളത്. അതായത് 2028 ഇനി നവംബർ മാസം ലാസ്റ്റായിട്ടാണ് ഇതിന് റീടെസ്റ്റ് വരുന്നത്. നീലയും ബ്ലാക്കും ആയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ പണിതിട്ടുള്ള ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് ഈ ഫ്രണ്ടൊക്കെ കാണുമ്പോൾ വേണ്ട ഹോണൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു LED ലൈറ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് മിറർ വെച്ചിരുന്നത് ഇവിടുന്ന് ഒരു പീസ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ്. ഇവിടെയും 2 എന്തിനാ പറയുക ഒരു ഡൂമ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടൊക്കെ നല്ല സ്റ്റൈലായിട്ട് തന്നെ പണിതിട്ടുണ്ട്. പിന്നെ ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ് ഓട്ടോ പണിയുന്നത്. അപ്പോൾ ഇത് വണ്ടി കിടക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിന് കാരിയർ ഉണ്ട് മുകളിൽ. ഇനി ഇതിൻ്റെ ഈ സൈഡ് നമുക്ക് പുറം ഭാഗം ആദ്യം നോക്കി നോക്കാം. ഈ സൈഡ് വരികയാണെങ്കിൽ അതെ ഈ ഡീസൽ അടിക്കുന്നതിന് ആ ഭാഗത്തായിട്ട് അല്ലറ ചില്ലറ പെയിൻറ്റ് ഒരു പോയ പോലെ ഒരു സംഗതി ഉണ്ട്. അത് ചെറുതായിട്ട് തന്നെ ഉള്ളൂ, വേറെ കാര്യമായിട്ട് സംഗതി ഒന്നുമില്ല. ഇനി ഇതിൻ്റെ പുറകുവശത്ത് വരികയാണെങ്കിൽ സ്റ്റൈലായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നും തന്നെ. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലിടാം. ഇങ്ങനെ ഇടുന്ന ടൈപ്പാണ് കേട്ടോ, ഒട്ടിക്കുന്ന ടൈപ്പല്ല, ജസ്റ്റ് ഒന്ന് അങ്ങനത്തെ ഒരു സംഭവം നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ പോലും ഇവിടെ യാതൊരു തരത്തിൽ പെയിൻ്റൊന്നും പോയിട്ടില്ലടാ. ആകെ പറയാനുള്ളത് ആ ഒരു സൈഡിൽ മാത്രമാണ്, വേറെ എവിടെയും സൈഡിലൊന്നും പെയിൻ്റൊന്നും പോയിട്ടില്ല. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുവാണെങ്കിൽ ആദ്യം ഫ്രണ്ട് നമ്മുടെ സ്റ്റീറിങ്ങിൻ്റെ അവിടെയൊക്കെ നോക്കാം നമുക്ക്. ഇവിടെ ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇത് ഇവിടുത്തെ ഒരു സംഗതി ഉണ്ടെന്നല്ലാണോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു സെറ്റൊക്കെ ഉണ്ട്. ഇനി ഇവിടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു മിറർ ഉണ്ട്. ബാക്ക് കാണണമെങ്കിൽ ബാക്ക് സീറ്റിലത്തെ സംഭവം ഇതാണ് അതിൻ്റെ ടോപ്പ് വശം. ടോപ്പൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്കിലൊരു ബോക്സ് പോലെയൊക്കെ പണിതിട്ടുണ്ട്. അത്യാവശ്യം തോരണങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഡ്രൈവറുടെ സീറ്റിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ നല്ല വൃത്തിയുള്ള സീറ്റ്, അത്യാവശ്യം ചാരിയൊക്കെ ഇരിക്കുക, നല്ല അടിപൊളി സെറ്റപ്പായിട്ട് തന്നെ കണ്ട ഒരു ഫുൾ സീറ്റ് സെറ്റപ്പൊക്കെ തന്നെ ഉണ്ട്. ഈ ഏരിയയൊക്കെ നല്ല വൃത്തിമെടുപ്പായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും കച്ചറ സാധനങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഈ ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കി നിങ്ങൾ പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ പുതിയ പീസ് വെച്ച് സെറ്റാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററിക്ക് ഇനി 6 മാസം കൂടി വാറണ്ടി ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു അധികം പഴക്കമായിട്ടില്ലാത്ത ബാറ്ററി ആണെന്നാണ് ഈ പറഞ്ഞു വന്നത്. പിന്നെ ബ്രേക്കിൻ്റെ മാസ് സിലിണ്ടറൊക്കെ പുതിയത് പണിതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്കിലെ ബ്രേക്കിൻ്റെ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് പണിത് സെറ്റാക്കിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഗ്ലാസ് കണ്ട മറ്റേ കർട്ടൺ ടൈപ്പ് അല്ല, മറ്റേ സ്ലൈഡിങ് ടൈപ്പാണ്. ഇത് നല്ലൊരു സംഭവമാണ് ഉണ്ടാകുന്നത്. ആവശ്യമുള്ളപ്പോൾ തുറന്നിട്ടാൽ മതി, എന്നാൽ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. നല്ല വൃത്തിയായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ബാക്ക് സീറ്റിൻ്റെ പകുതി വരികയാണെങ്കിൽ ഇത് നല്ലൊരു സ്റ്റൈലൻ സീറ്റ്, എവിടെയും കീറിയിട്ടൊന്നും ഇല്ലാതെ നല്ല കുഷനൊക്കെയുള്ള അടിപൊളി സംഭവം. ഇനി പ്ലാറ്റ്ഫോമൊക്കെ നോക്ക് പുത്തം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എവിടെ നിങ്ങൾക്കൊരു പാച്ച് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. നല്ല വൃത്തി വെടുപ്പായിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ഇനിയുള്ളൊരു എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് പെട്ടി പുത്തൻ വെച്ചതാണ് കേട്ടോ. അത് പഴയത് പാച്ച് ചെയ്തൊന്നുമല്ല, പുത്തൻ പെട്ടി ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അടിപൊളിയായിട്ട് ആൾ പണിതിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ട്, എന്നൊക്കെ ചെയ്തിട്ടുള്ള ഇതിനെ. അപ്പോൾ ഇനി ഇതിൻ്റെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് ബാക്ക് വശം ഒന്ന് തുറന്ന് നോക്കാം. ഈ ബോക്സാണ് ഞാൻ പറഞ്ഞ ബാക്ക് പെട്ടി പുതിയതാണ്. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എൻജിൻ്റെ ഭാഗം ഒന്ന് സെറ്റാക്കി കാണിച്ചു തരാം കേട്ടോ. കടും പുത്തൻ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ആൾ നോക്കിക്കൊണ്ട് നടന്നുണ്ട്, അല്ലെങ്കിൽ ചിലവാക്കിയിട്ടുണ്ട് ഫണ്ട്. ഇതിപ്പോൾ നിറച്ച് പൊടിയായിരിക്കുന്ന തന്നെയാണ്, കടും പുത്തൻ സാധനമാണ്. എൻ്റെ വിറ്റ വണ്ടിക്കൊന്നും ഇതേപോലെ തുറക്കാനൊന്നും പറ്റിയായിരുന്നില്ല. സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് വേണം തുറക്കാനായിട്ട്.
ഇതാണ് എൻജിൻ റൂം. ജസ്റ്റ് പൊടി ഉണ്ടെന്നല്ലാണ്ട് വേറെ എവിടെയും നിങ്ങൾക്കൊരു ഓയിൽ ലീക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. പിന്നെ പമ്പിൻ്റെ നോസിൽ കാര്യങ്ങളൊക്കെ പുതിയത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ വന്ന് നോക്കുമ്പോൾ മനസ്സിലാവും വൃത്തിയായിട്ട്. ഇതാണ് എൻജിൻ റൂം. നല്ല പക്കയായിട്ടിരിക്കുന്ന വണ്ടി. ഇൻഷുറൻസ് പറയുകയാണെങ്കിൽ 2025 ഡിസംബർ മാസം വരെയുണ്ട്. പൊല്യൂഷനാണെങ്കിൽ 2025 ഫെബ്രുവരി മാസം വരെയുണ്ട്. പിന്നെ ഫ്രണ്ട് ടയർ റിസോൾവ് അല്ല, ബാക്ക് മാത്രമാണ് റിസോൾവ് ഉള്ളത്. അതൊക്കെ 80% ഇനിയും ഉപയോഗിക്കാനുണ്ട് കേട്ടോ. ഫ്രണ്ട് റിസോൾവ് അല്ല, അത് ടയറാണ്. അതുപോലും ഈ പറഞ്ഞ ഒരു 60% മുകളിലേക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് ഓട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 2028 അടുത്ത ടെസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നല്ലൊരു വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും തുരുമ്പ് കാര്യങ്ങളോ ഹോള് പാച്ച് വർക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. പക്കയായിട്ട് പരമാവധി സാധനങ്ങളാണ് പുതിയത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ വണ്ടി തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലോടേക്കായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ വിളിക്കാം. വിളിച്ചിട്ട് കിട്ടുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുള്ളൂ. ആൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഈ പറയുന്ന വണ്ടിക്ക് വെറും 80,000 രൂപ മാത്രമാണ് ആൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന വണ്ടിക്ക് വേണ്ടി വിളിക്കാം. വിലപേശലും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യാം. ആൾ വിലപേശലും കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇതിൻ്റെ ഭാഗമാണല്ലോ, എന്തായാലും ചെയ്യാൻ പറ്റും. ഒരു 80 രൂപ പറയുന്ന നല്ലൊരു വാഹനം, നല്ലൊരു പ്രൈവറ്റ് വണ്ടി എടുക്കണം. വേറെ വർക്കൊന്നും നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവില്ല എന്ന് ഉത്തമമായ ബോധ്യത്തോടെ തന്നെയാണ് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വിളിക്കാം. വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം. മറ്റൊരു വാഹനത്തിൻ്റെ കിടുകാഴ്ച വിശേഷങ്ങൾ വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.